നമ്മുടെ ബിസിനസ്സിലെ ചില ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ക്യാഷോ ബാങ്കോ ഒന്നും ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല. അതായത് ഡ്യൂ എൻട്രീസ് ഉണ്ടാവും. അക്കൗണ്ടിങ്ങിൽ പൊതുവേ നമ്മൾ ചെയ്യുന്നത് അക്രൂവൽ ബേസിസിലാണ് അക്കൗണ്ടിങ് ചെയ്യാറുള്ളത്. അതായത് ക്യാഷ് ബേസിസിൽ മാത്രമല്ല. ഒരു ഇവൻറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ എപ്പം ഹാപ്പൻ ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഡ്യൂ എൻട്രീസ് നമുക്ക് എങ്ങനെ ടാലി പ്രൈം പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യും, അതായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് വൗച്ചറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് റസീം. വെൽക്കം ടു യൂട്യൂബ് ചാനൽ NSKL എഡ്യൂക്കേഷൻ. ഒരു ഡ്യൂ എൻട്രി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൗച്ചർ എന്ന് പറയുന്നത് ജേണൽ വൗച്ചറാണ്. അതിന് പുറമെ ഡ്യൂ എൻട്രി എന്താണെന്നുള്ളത് പറയാം. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഒരു റെൻറ്റ് എക്സ്പെൻസസ് ഡ്യൂ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ ആ ഇൻവോയ്സ് കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പൊതുവെ ജേണൽ എൻട്രി എന്തായിരിക്കും വരിക, റെൻറ്റ് അക്കൗണ്ട് ഡെക്ടർ ടു ദാറ്റ് പാർട്ടി, ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അയാൾക്കായിരിക്കും. ഇനിയിപ്പോൾ ഒരു സാലറി എക്സ്പെൻസസ് ആണ് ഡ്യൂ ആയതെങ്കിൽ സാലറി അക്കൗണ്ട് ഡെക്ടർ ടു ദാറ്റ് എംപ്ലോയി, ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവർ. ഇങ്ങനെ ഡ്യൂ എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൗച്ചറാണ് ജേണൽ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ ജേണൽ വൗച്ചർ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ ഓപ്പൺ ചെയ്യുക. വൗച്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് നിങ്ങൾക്ക് ജേണൽ എന്നുള്ള വൗച്ചർ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഫംഗ്ഷൻ കീ F7 ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വൗച്ചർ ഓപ്പൺ ചെയ്യാം. ഡേറ്റ് മാറ്റണമെങ്കിൽ F2 പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡേറ്റ് മാറ്റാൻ സാധിക്കും. ജേണൽ വൗച്ചറിൽ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ, ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് ഈ വൗച്ചർ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ബൈയിൽ നിങ്ങളുടെ ഡെബിറ്റ് സൈഡിൽ എന്താണോ ലെഡ്ജർ വേണ്ടത് അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ടൂല്, അല്ലെങ്കിൽ ഇവിടെ ഡെബിറ്റ് DRCR എന്നായിരിക്കും കാണിക്കുക. ടൂല് നിങ്ങൾ എന്ത് കൊടുക്കണം, ക്രെഡിറ്റ് സൈഡിൽ എന്താണോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കണം. ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സാലറി ലെഡ്ജർ, സാലറി ഡ്യൂ ആയിട്ടിരിക്കുന്ന ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെക്ടർ ടു ദാറ്റ് എംപ്ലോയി എന്നുള്ള ഒരു ട്രാൻസാക്ഷനാണ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഡെബിറ്റ് സൈഡിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജർ എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട് ആണ്. അതിനുവേണ്ടി ഞാൻ ബൈ എന്നുള്ള ഏരിയയിൽ Alt+C കൊടുത്തിട്ട് സാലറി അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ കൊടുത്തു. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് തന്നെ ഞാൻ അണ്ടർ ഗ്രൂപ്പ് കൊടുത്തു, ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. സാലറി എന്ന് പറയുന്നത് 25,000 ഞാൻ സാലറി കൊടുത്തു. അതിനുശേഷം 2 എന്നാക്കുക. ബൈ മാറ്റിയിട്ട് ക്രെഡിറ്റ് സൈഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 എന്ന് ആക്കുക. പെർട്ടിക്കുലേഴ്സിൽ ഞാനിപ്പോൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. Alt+C കൊടുത്തു, എംപ്ലോയി അക്കൗണ്ട് ലെഡ്ജറിൻ്റെ പേര്. അതിനുശേഷം അണ്ടറിൽ ഞാനത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൊടുക്കുകയാണ്. നമുക്ക് കൊടുക്കാൻ ബാധ്യസ്ഥതയുള്ള ഒരു ലെഡ്ജറാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 25,000 ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് സൈഡിലും വന്നു. അതിനുശേഷം നറേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഏത് മാസത്തെ സാലറി ആണോ ഇത് ഡ്യൂ ആയത് അങ്ങനെയുള്ള കാര്യങ്ങൾ നറേഷനിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. എൻ്റർ കീ പ്രസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഇങ്ങനെയുള്ള വൗച്ചേഴ്സ് ഒന്നും പൊതുവേ നമ്മൾ പ്രിൻ്റ് എടുക്കാറില്ല. എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് പ്രസ് ചെയ്തിട്ട് ജേണൽ വൗച്ചർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.